വീഡിയോ ഞങ്ങള് ഊട്ടിയിലേക്ക് ഒരു ട്രിപ്പ് പോവാണ്. അപ്പൊ ഞങ്ങള് വീട്ടിൽ നിന്ന് ഇറങ്ങി ഞങ്ങള് പോവാ. പോയി എന്നിട്ട് അതിന്റെ ഇടയ്ക്കുള്ള വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഞങ്ങള് പറയുന്നുണ്ട്. അപ്പൊ എന്നാല് പോയി വരാം. ഇവിടുത്തെ ജാക്കറ്റ് ഇട്ട് വേറെ ആരും ഉണ്ടാവില്ല. മാസ്ക് ഇട്ട് പോവാ. ഞങ്ങള് പോവാണ് ഗായ്സ്. ഞങ്ങൾ കോഴിക്കോട് നിന്നാണ് പോകുന്നത്. കോഴിക്കോട് ഫറൂഖ് രാമനാട്ടുകര വഴിയാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ അവിടെ നിന്നുള്ള ചെറിയൊരു വ്യൂ ആണ്. കണ്ടപ്പോൾ ഒന്ന് തോന്നി, അതുകൊണ്ട് എടുത്തതാണ് കേട്ടോ. ഏകദേശം ഇപ്പോൾ ഒരു 2.5 മണിക്കൂർ ആയിട്ടോ ട്രാവലിംഗ് തുടങ്ങിയിട്ട്. കുറച്ച് കഴിഞ്ഞപ്പോഴേക്ക് എനിക്ക് നല്ല കാലുവേദനയൊക്കെ വന്നപ്പോൾ നിർത്തിയതാണ്. ഇനി കുറേ പോകാനുണ്ടെന്ന് കേട്ടപ്പോൾ കുറച്ചൊന്ന് ചടച്ചിട്ടോ. ഏകദേശം എന്നോട് പറഞ്ഞ 100%-ൻ്റെ ഒരു 90% ആയിട്ടുള്ളൂ. ഇനി ഇഷ്ടംപോലെ പോകാനുണ്ടെന്ന്. അത് കേട്ടപ്പോൾ ചെറുതായിട്ടൊന്ന് മനസ്സൊലഞ്ഞു. സുഖമുണ്ട് 2-2.5 മണിക്കൂർ ഇങ്ങനെ ഇരിക്കുമ്പോഴേ കൊറേ നേരെ വണ്ടി നിർത്താൻ പറയുന്നു. എന്നിട്ട് നിങ്ങൾ ഇവിടെ എത്തിയിട്ടാ വണ്ടി നിർത്തുന്നത് അല്ലേ? പക്ഷെ ആസനം പോകുന്നത് കൊറേ നേരെ ഞാൻ കുത്തിരിക്കുന്നെന്ന്. എന്നാലും ഇത്ര വേദന ഉണ്ടാവും ഞാൻ പ്രതീക്ഷിച്ചില്ല. 85 കിലോമീറ്റർ ശരിക്കും പറയാം. വയ്യ കാല് നല്ലോണം വേദനയാകുന്നുണ്ടായിരുന്നേ. ഒന്നാമത് ഈ ബാഗിൻ്റെ വെയിറ്റും എല്ലാം കൂടി എനിക്ക് തീരെ സഹിക്കാൻ പറ്റുന്നില്ലായിരുന്നു. പൊതുവേ വേദന സഹിക്കാൻ. ഊട്ടിയൊക്കെ എത്താനായ സമയത്ത് ഞങ്ങൾ ആദ്യം ഇവിടേക്കാണ് കയറിയത് കേട്ടോ. ഇവിടെ കയറി പ്രത്യേകിച്ചൊന്നും ഇല്ലായിരുന്നു. ടിക്കറ്റ് എനിക്ക് തോന്നുന്നു ഏകദേശം 40 രൂപ 20 രൂപ അങ്ങനെ, അല്ല 60 രൂപയായിരുന്നു ടിക്കറ്റിന്. പക്ഷേ ഇവിടെ ഈ മരങ്ങൾ ഇനിയേ കാണാണ്ടായിരുന്നുള്ളൂ. ഞങ്ങളൊന്ന് ഉള്ളോട്ട് പോയപ്പോൾ തീരെ തിരക്കൊന്നുമില്ല, ആൾക്കാരും കുറവായിരുന്നു. എന്തെങ്കിലും കാണുമെന്ന് വിചാരിച്ചിട്ടാണ് പോയത്, പക്ഷേ പ്രത്യേകിച്ചൊന്നും കണ്ടില്ല. പിന്നെ ഈ ബാഗുമായിട്ട് നടക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നേ. ഈ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ ഞങ്ങൾ മൈക്ക് ഓണാക്കാൻ മറന്നുപോയി. അതാണ് കയറുമ്പോൾ തന്നെ കാര്യമായിട്ടൊന്നും കിട്ടിയതുമില്ല. പിന്നെ കുറച്ചൊക്കെ അങ്ങോട്ട് നടന്നപ്പോൾ കാണാനൊരു ഭംഗിയാണ്, അത്രയേ ഉള്ളൂ. അല്ലാതെ പ്രത്യേകിച്ച് ഈ പ്രകൃതി ഭംഗി ആസ്വദിക്കുന്നവർക്ക് വളരെ നല്ലതാണ്. ഞങ്ങൾ കാര്യമായിട്ട് എനിക്ക് പൊതുവേ ഈ അനിമൽസ് അങ്ങനെ ബേർഡ്സ് അങ്ങനെ എന്തെങ്കിലും കാണുന്നുള്ള വിശ്വാസത്തിലാണ് വരുന്നത്. ഞങ്ങൾ വരുന്ന വഴി മസന്നഗുഡി വഴി വരുന്നതായിരുന്നു വിചാരിച്ചത്. പിന്നെ അത് പറ്റിയില്ല. അങ്ങനെ ഇവിടെ എത്തി കുറച്ച് നേരമൊക്കെ ഇവിടെ സ്പെൻഡ് ചെയ്തു കേട്ടോ. ഫോട്ടോസ് എടുക്കാനൊക്കെ നല്ല സെറ്റ് സ്ഥലമായിരുന്നു കേട്ടോ. ഫോട്ടോ എടുക്കുന്നവർക്ക് അതിന് വേണ്ടി പെട്ടെന്ന് തന്നെ നമുക്ക് അപ്പം തന്നെ എടുത്ത് അവർ ഫോട്ടോ തരും. ഒരു ഫോട്ടോയ്ക്ക് 100 രൂപ അങ്ങനെ എന്തേ ഉള്ളായിരുന്നു. ഞങ്ങൾ അവിടെ നിന്ന് എടുത്തില്ല കേട്ടോ. കാരണം ഞങ്ങൾക്ക് ഒന്നാമത് ഈ ബാഗിൻ്റെ വെയിറ്റ് ഉള്ളതുകൊണ്ട് ഞങ്ങൾക്ക് അധികം നേരം അവിടെ നിൽക്കാൻ തോന്നിയില്ല. പിന്നെ ഓൾറെഡി ഇത്രയും ട്രാവൽ ചെയ്ത് വരുന്നതുകൊണ്ട് നന്നായിട്ട് ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് സമയം അവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ കാണുമെന്ന് വിചാരിച്ചിട്ടാണ് നിന്നത്. കുറച്ച് ടൈം അത്രയും നേരം ബാഗ് ഞാനായിരുന്നു ഇട്ടുകൊണ്ടിരുന്നത്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ഏട്ടന് കൊടുത്തു കേട്ടോ. കാരണം നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു ബാഗ്. കാണുന്നുണ്ടോ? അവരൊന്നും താഴ്ത്തിറങ്ങൂല. അതെ, കറുത്ത വിറങ്ങ് സിംഹാലനാണോ ഏട്ടാ? ആണോ? ഒന്നും കഴിക്കുന്നില്ല, വിശന്നിട്ട് വയ്യ എനിക്ക്. കേക്കണ്ടോ നിങ്ങള്? വിശന്നിട്ട് വയ്യ, ഒന്നും വാങ്ങി തന്നില്ല. ഐസ്ക്രീം ഫലൂഡ ഈ തണുപ്പത്തില്ലേ ഐസ്ക്രീമും ഫലൂദയും. ഇവിടെ ഒന്നുമില്ല കാണാൻ, ആകെയുള്ള ഈ മരം മാത്രാണ്. ഇതിന് വേണ്ടിട്ട് അവിടെ ഇവിടെ വരെ കൂട്ടിക്കൊണ്ടുവന്നത്. അയ്യോ വയ്യ. അയ്യോ തണുക്കുന്നുണ്ട്. അതൊന്നും കാണാനില്ല. ആൾക്കാരും ഇല്ല. സീസൺ തന്നെയല്ലേ? നമ്മളെത്തിയിരിക്കുകയാണ്. എത്തി, എത്ര നേരായി? എത്തി
നമ്മൾ എത്തിയിരിക്കുകയാണ്. ഇവിടെയാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്നത്. എവിടെ പോകണമെങ്കിലും ആദ്യം ലഗേജ് ഒക്കെ ഒന്ന് ഇറക്കി വെക്കണം. അതുകൊണ്ട് ഞങ്ങൾ നേരത്തെ റൂമൊക്കെ ബുക്ക് ചെയ്തതിൻ്റെ ശേഷം കേട്ടോ പോകുന്നത്. ഈ റൂമിനെ കുറിച്ചുള്ള റിവ്യൂ ഞങ്ങൾ ലാസ്റ്റ് പറയുന്നതായിരിക്കും, എങ്ങനെയുണ്ട് എന്താ കഥ എന്നൊക്കെ. ഇവിടുത്തെ കുറച്ച് പ്രൊസീജിയേഴ്സൊക്കെ ഉണ്ട്, അപ്പോൾ ആളതൊക്കെ കംപ്ലീറ്റ് ചെയ്യാണ്. ഇനി നമുക്ക് നേരെ റൂമിൽ പോകണം, ഫ്രഷ് ആവണം, കുറച്ച് പുറത്തൊക്കെ പോകണം. ആ ഒരു ഇതിലാണ് വന്നത്. നല്ല തിരക്കുണ്ടായിരുന്നു അവിടെ, അതുകൊണ്ട് തന്നെ അവർ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞതാണ്. അവിടെ കുറേ പ്രൊസീജിയേഴ്സ് ഉണ്ട്, അതൊക്കെ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഞങ്ങളവിടെ കുറേ നേരം ഇരുന്നു കേട്ടോ, കുറച്ച് സമയം. അങ്ങനെ നമ്മൾ റൂമിലെത്തിയ പാടെ സാധനങ്ങളൊക്കെ അവിടെ വെച്ച് നേരെ ഫുഡ് കഴിക്കാനായിട്ടോ പോയത്. നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു. ആള് കൈയൊക്കെ കഴുകി വരുമ്പോഴേക്കും ഞാൻ കുറച്ചൊക്കെ ഒരു വീഡിയോ എടുക്കുമായിരുന്നു കേട്ടോ. ഫുഡ് കഴിക്കുന്ന സ്ഥലം അടിപൊളിയായിരുന്നു, സെറ്റായിരുന്നു. ഇനി ഫുഡ് എങ്ങനെയാണെന്ന് അറിയില്ല, ഫുഡ് വന്നിട്ട് വേണം അതിൻ്റെ റിവ്യൂ പറയാൻ. വൃത്തിയുള്ള സ്ഥലമായിരുന്നു കേട്ടോ, കാര്യമായിട്ട് അതായിരുന്നു വേണ്ടത്. മെയിനായിട്ട് നമുക്ക് വൃത്തിയാണുള്ള ഇമ്പോർട്ടൻസ്. അതുകൊണ്ട് നല്ല ക്ലീൻ നീറ്റായിട്ടുള്ള സ്ഥലമായിരുന്നു. ചില്ലി ചിക്കൻ വിത്ത് കാണാൻ അടിപൊളിയാണ്. ഈ ഒരു ഇറക്കൊക്കെ ബുദ്ധിമുട്ട്. ഇതെല്ലാം തോന്നുന്നു ഇത് ആ കാറ് കുത്തിട്ട് അവിടെ ഇല്ലേ, അത് ചുവപ്പ് കാറിൻ്റെ താഴേക്ക് നോക്കണേ. ആ അമ്പലം തോന്നുന്നു കേട്ടോ, പാട്ടൊക്കെ കേൾക്കുന്നുണ്ട്. ഇവിടെ കയറാനും കളി തോന്നുന്നു അതിലൂടെ. സ്ഥലമുള്ള സ്ഥലമല്ലേ അവളെ ഈ ശബ്ദം തിരുമ്പി നിൽക്കാൻ നോക്കി. സംഭവം അടിപൊളിയാണ്. ഫുഡ് നമ്മൾ ചിക്കൻ ഫ്രൈഡ് റൈസും ഞാൻ വാങ്ങിയത്. ഏട്ടൻ പൊറാട്ടയും ചില്ലി ചിക്കനും എന്തായിരുന്നു വാങ്ങിയത്. അത് നല്ലതായിരുന്നു, പൊറാട്ടയും ചില്ലി ചിക്കനും. പക്ഷേ ചിക്കൻ ഫ്രൈഡ് റൈസ് അത്ര നല്ലതല്ലായിരുന്നു, അത്ര ടേസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയില്ല. പിന്നെ നേരെ ഒരു കുത്തനെ ഒരു ഇറക്കാട്ടോ നമ്മുടെ റൂമിൻ്റെ അവിടേക്കുള്ള. ആ ഇറക്കം കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു, പക്ഷെ കാണാൻ ഇവിടെ അടിപൊളിയാണ്. അടുത്ത അമ്പലത്തിൽ നിന്നാണ് തോന്നുന്നു, നല്ല പാട്ടൊക്കെ കേൾക്കാം. സെറ്റ് സ്ഥലമാണ്. ഞങ്ങൾ ചെന്ന സമയത്ത് ഉച്ചയൊക്കെ ആ ടൈമായിരുന്നു, നല്ല വെയിലായിരുന്നു, എന്നാലും ഒരു തണുത്ത കാറ്റ് അടിക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഒരു ഇതിലാണ്, അതൊരു വേറൊരു ഫീലിംഗ് തന്നെയാണല്ലോ. കുറേ നേരം ഞങ്ങളവിടെ നിന്നു, കുറച്ച് എല്ലാ സ്ഥലമൊക്കെ ഒന്ന് കണ്ട്. എന്നിട്ടാണ് വന്ന ദിവസം തീരെ ഭയങ്കര ടയേർഡായിരുന്നു കേട്ടോ, ഇത്ര ട്രാവൽ ചെയ്തിട്ടും. അത് ഞങ്ങൾ ബൈക്കിനാണ് പോയത്, അപ്പോൾ അതിൻ്റെതായ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എന്നാലും കുറേ നേരം അവിടെ നോക്കി ആസ്വദിച്ച് നിന്നു. മൂക്കിൻ്റെ മുകളിൽ ഡാർക്ക് സ്പോട്ട് ഒന്നുമില്ലല്ലേ. ഈ വെള്ളമാണ് ഈശ്വരൻ നമുക്ക് തരുന്നത്. വീഴാത്തൊന്നുമില്ല, ഇതൊന്ന് അടച്ചിട്ടൂടെ. സമയം ഈ പ്രകൃതി ഭംഗിയൊക്കെ ഒന്ന് ആസ്വദിച്ച് ഞങ്ങൾ ഫ്രഷായി
നേരെ എവലാഞ്ചിയിലേക്കാണ് പോയത് കേട്ടോ. ആദ്യം തന്നെ അവിടേക്കാണ് പോയത്, കാരണം കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഞങ്ങൾക്ക് അവിടെ കംപ്ലീറ്റ് കാണാനൊന്നും പറ്റിയില്ലായിരുന്നു. അപ്പം അവിടെ പോയിട്ടുള്ള വിശേഷം കാണാം. അതെ, ഫാമിലി ആയി വരികയാണെങ്കിലും കപ്പിൾസ് ആണെങ്കിലും ആരാണെങ്കിലും അവലാഞ്ചി വന്ന് ഒന്ന് ഇവിടെ വന്ന് കാണണം. ഇപ്പൊ മനസ്സിലാവും അടിപൊളി. റൈഡിങ് എങ്ങനെയാന്ന് അറിയില്ല കേട്ടോ. റൈഡിങ് അങ്ങനെ അറിയില്ല, അത് പോയി കഴിഞ്ഞിട്ട് ഞങ്ങള് പറഞ്ഞിട്ടുണ്ട്. 1 hour റൈഡിങ് എന്നാ പറഞ്ഞേ. ഫോറസ്റ്റ് ഏരിയ എന്നല്ലേ പറഞ്ഞേ? ഫോറസ്റ്റ് ഏരിയ. ഫോറസ്റ്റ് ഏരിയ എന്നാ പറഞ്ഞേ. വീടുണ്ടേ വീട് വേണ്ടാന്ന് നിങ്ങൾ ചാടി വെച്ചിട്ട് ഞാൻ ചാടുന്നില്ല. എനിക്കറിയാലോ. വെള്ളം കിട്ടോ? വെള്ളമുണ്ട്. വെള്ളം കുറവാ. വെള്ളം കുറവല്ലേ? കുറവാണ്. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ ഈ ഹൈറ്റില് വെള്ളം ഉണ്ടായിരുന്നു. ഏകദേശം ഒരു വേനലായതുകൊണ്ടാണ് ഇപ്പോ തണുപ്പ് കുറഞ്ഞു. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ വന്നപ്പോ നല്ല തണുപ്പുള്ള ടൈമായിരുന്നു, ആ ജനുവരി സീസൺ. പക്ഷെ രാത്രി നല്ല തണുപ്പ് കേട്ടോ. അത്ര തണുപ്പൊന്നുമില്ല. നല്ല തണുപ്പുണ്ട്. അത്ര തണുപ്പൊന്നുമില്ല കേട്ടോ, വെറുതെ പറയാ. വെള്ള കമ്പിളി മൊത്തം വെച്ച് കഴിഞ്ഞാൽ കമ്പിളി കൂടി ഓളാകും. നമുക്ക് അങ്ങോട്ട് ശലമായ കാടല്ലേ കിടക്കണേ, എവിടെയും പോയി പത്തിക്കട്ടെ. ഇവിടെ നോക്കാൻ പറ്റില്ല. എന്താ അയ്യേ, അതിനുള്ളിൽ കയറി പോവാ. എന്തിന് നടക്കൂല. ഓരോ മൂത്ര വെച്ചങ്ങളെ ശരിയാക്കൂ. അതന്നെയാ പറഞ്ഞു. നമ്മളവിടെ എത്തിയപ്പോൾ തന്നെ അവർ ഫോറസ്റ്റ് റൈഡ് ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. 1 hour റൈഡാണ്. ഒരാൾക്ക് 240-250 അങ്ങനെ എന്തോ റേറ്റ് പറഞ്ഞത്. 8 ആളുണ്ടെങ്കിലേ പോവുള്ളൂ. ഇതിപ്പോൾ 7 ആളുള്ളതുകൊണ്ട് നമ്മൾ 8ാമത്തെ ആളെ എമൗണ്ട് ഈ 7 ആളും കൂടി ഡിവൈഡ് ചെയ്താൽ പോവാം, ഇല്ലെങ്കിൽ ആ ഒരാൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണം എന്നാണ് പറഞ്ഞത്. അപ്പം നമ്മൾ നമ്മുടെ കൂടെ 7 ആൾക്കാർ ബാക്കിയുള്ളവർ ക്യാഷ് ഒരുമിച്ചിടാന്ന് പറഞ്ഞു. പക്ഷെ അവിടുത്തെ പേയ്മെൻറ്റ് സിംഗിൾ പേയ്മെൻ്റ് ആയിരുന്നു. അത്ര സേഫായി തോന്നില്ല, കാരണം ഒരാളിലേക്ക് ബാക്കി എല്ലാവരും പേയ്മെൻറ്റ് അടയ്ക്കണ്ടേ. എന്നാലും കുഴപ്പമില്ല, ഞങ്ങൾ അടച്ചു കേട്ടോ. പക്ഷേ എനിക്ക് ആ പേയ്മെൻറ്റ് കൊടുത്ത് ഇഷ്ടമായില്ല കേട്ടോ. സത്യം പറയാലോ, വണ്ടി കണ്ടപ്പോൾ തന്നെ ആകെ ഭയങ്കര ഇതായി തോന്നി, കാരണം ഭയങ്കര കൺജസ്റ്റഡ് ആയിരുന്നു. ചെറിയൊരു ജീപ്പാണ്. ഇതിൽ 7-8 പേര് ഓരോ സൈഡിലിരിക്കാം. പൊതുവേ നമുക്ക് ഇങ്ങനത്തെയൊക്കെ റൈഡ് പോകുന്ന സമയത്ത് കുറച്ചും കൂടി ഇത് തീരെ കംഫർട്ടായി തോന്നിയില്ല. ആദ്യം ബസ് ഉണ്ടായിരുന്നു എന്നൊക്കെയാണ് പറഞ്ഞത്, പക്ഷെ ഇപ്പോൾ ഇല്ല, ജീപ്പാണെന്നൊക്കെ അവർ പറഞ്ഞത്. കുറേ ഇൻസ്ട്രക്ഷൻസൊക്കെ ആദ്യം തരുന്നുണ്ടായിരുന്നു. പ്ലാസ്റ്റിക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ വണ്ടിയിൽ തന്നെ ഇടണം, പുറത്തേക്ക് എറിയരുത്, അങ്ങനെയെല്ലാം പറയുന്നുണ്ടായിരുന്നു. പക്ഷേ എന്താവും എന്നറിയില്ല. പിന്നെയും ഫോറസ്റ്റ് റൈഡ് ആണല്ലോ എന്ന് കരുതിയിട്ടാണ് വീണ്ടും ക്ഷമിച്ചിരിക്കുന്നത് കേട്ടോ. 250-ക്കുള്ളത് ഉണ്ടോയെന്ന് ചോദിച്ചാൽ ലാസ്റ്റ് പറഞ്ഞുതരാം. 250-ക്കുള്ള റൈഡ് ഉണ്ടോ എന്നുള്ളത്. കുറച്ച് തീരെ ഞാൻ കംഫർട്ടല്ലായിരുന്നു. അതിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ട് ഭയങ്കര ശ്വാസം മുട്ടുന്ന പോലെയൊക്കെ ഉണ്ടായിരുന്നു. അത്രയും ആൾക്കാരും ഉണ്ട്. 7-8 ആൾക്കാർ അതിൻ്റെ ഉള്ളിൽ കയറി കുത്തി നിറച്ച് പോകുന്ന പോലെ ഉണ്ടായിരുന്നു. ഞാൻ ഇരിക്കുന്നുണ്ടെങ്കിലും വലിയ അത്ര സുഖമായിട്ട് തോന്നിയില്ല. പിന്നെ പൈസ കൊടുത്തതല്ലേ, പെട്ടെന്ന് ഇറങ്ങാൻ പറ്റില്ലല്ലോ എന്ന് കരുതിയിട്ട് കുറച്ച് നേരം സഹിച്ച് ക്ഷമിച്ചു ഇരുന്നു കേട്ടോ. ഫസ്റ്റ് വ്യൂ പോയിന്റ് ഇതാന്ന് പറഞ്ഞത്. എന്താ വാട്ടറിന്റെയോ?
വാട്ടർ വ്യൂ പോയിന്റ് ആണത്. പക്ഷെ വെള്ളമില്ല. ഡാം ഉണ്ടെങ്കിൽ വെള്ളം ഉണ്ടാവും. எமரால்டு டேம் உள்ளாண்டி டேம் ரெண்டுமே ஃப்ரண்ட் சைடு எமரால்டு தான் இருக்கு. பேக் சைடு டாப் வாட்டர் தான். அந்த மரங்கள்லாம் தெரியுது இல்ல, அந்த அளவுக்கு தண்ணி இருக்கும். ആ മരത്തിന്റെ ഹൈറ്റില് വെള്ളം ഉണ്ടാവുന്ന അറിയില്ല. പക്ഷെ ഇപ്പൊ വെള്ളമില്ല. கீழே போனோம்னா എന്തിനാ എന്തോ കൃഷിക്ക് വേണ്ടിട്ട് എടുക്കുന്ന கவர்மெண்ட் இபி டிபார்ட்மெண்ட் 1 hour ഫോറസ്റ്റ് റൈഡ് എന്ന് പറഞ്ഞത് 3 വ്യൂ പോയിന്റ് ആയിരുന്നു കേട്ടോ. ഇത് ഫസ്റ്റത്തെ വ്യൂ പോയിന്റ് ആണ്. പേരൊക്കെ ഞാൻ മറന്നുപോയി. പക്ഷേ ഇവിടെ ആ മരത്തിൻ്റെ അവിടെ വരെ വെള്ളം ഉണ്ടാവും എന്നൊക്കെയാണ് പറഞ്ഞത്. ഇപ്പോൾ വെള്ളമില്ല, എന്തോ ഇതായി കിടക്കാമെന്നാണ് പറഞ്ഞത്. പിന്നെ അയാൾ അതിനെക്കുറിച്ച് കുറേ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടായിരുന്നു, ഇതാണ് അതുകൊണ്ടാണെന്നൊക്കെ ഉള്ളത്. പിന്നെ സത്യം പറഞ്ഞാൽ ഒരു ഇഷ്ടമായില്ല കേട്ടോ. ഫസ്റ്റത്തെ തന്നെ ഫോറസ്റ്റ് റൈഡ് എന്നൊക്കെ പറഞ്ഞിട്ട് അതിന് മാത്രം ഉള്ളതായിട്ടൊന്നും തോന്നിയില്ല. നമ്മൾ വന്ന വഴി, അതായത് ഈ എവലാഞ്ചിലേക്ക് വന്ന ആ ഒരു റൂട്ട് ഉണ്ടല്ലോ, അത് അടിപൊളിയായിരുന്നു ഇതിനേക്കാളും എനിക്ക് തോന്നി. ഫസ്റ്റ് കഴിഞ്ഞ് സെക്കൻഡ് എന്താവും അറിയാനുള്ള ഇതിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. ഇനി സെക്കൻഡ് ഇതിനേക്കാളും കഷ്ടമാണെങ്കിൽ 250 പോയി എന്ന് പറയാം. അതെ, എന്തായി പൈസ പോയി. ഇതൊക്കെ കാണാൻ രസമുണ്ട്, പക്ഷെ എന്താ, പക്ഷെ ഈ ഒരു വേനൽക്കാലമായിട്ട് വരുമ്പോഴാണ് ഈ പ്രശ്നം. ജനുവരി മാസമൊക്കെ ആ സമയത്ത് വന്നു കഴിഞ്ഞാൽ നല്ല വെയില, നല്ല വിപ്പന്നാണ്. കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇപ്പൊ കൊടുത്ത പൈസക്ക് മുതലാകുക പറഞ്ഞാൽ ഇനിയും പോവാണ്ട്. അത് കഴിഞ്ഞിട്ട് പറഞ്ഞ. പക്ഷെ 3 വ്യൂ പോയിന്റ് കഴിഞ്ഞോ? എന്താ ഫോറസ്റ്റ് ഏരിയ എന്നല്ലേ പറഞ്ഞേ? ഫോറസ്റ്റ് ഏരിയ എന്നൊക്കെ പറഞ്ഞത് എനിക്കറിയില്ല. പക്ഷെ ഇവിടെ റോഡൊക്കെ നല്ല റോഡാ, ഫോറസ്റ്റ് ഏരിയന്റെ റോഡ്. എന്ത് പറയാനാ, സങ്കടം വരുന്നുണ്ടോ? ആ പിന്നെ 250 രൂപ. വെറുതെയാ. നഷ്ടക്കച്ചവടം. സൗണ്ട് കേട്ടോ? അല്ല, പിന്നെ പുലി പോയിട്ട് ഒരു എന്താ പറയാ, എലിയെങ്കിലും വന്നാ മതി. ഇനി എലിയെങ്കിലും കൊടുങ്കാടിലല്ലേ ഇനി കണ്ടാവാ. എനിക്ക് തോന്നുന്നേ കഴിഞ്ഞു കേട്ടോ. ഈ സ്ഥലം കുറച്ചും കൂടി അടുത്തുനിന്ന് കാണാൻ പറ്റുന്നേ. അത് എവിടുന്നാ ഇപ്പൊ നേരത്തേക്കാളും നോക്കണേ. ഇപ്പൊ നേരത്തേക്കാളും ബെറ്റർ ആണല്ലോ. നോക്കണേ, താഴേക്ക് നോക്കണേ. ഇതായിരുന്നു കേട്ടോ ലാസ്റ്റ് വ്യൂ പോയിന്റ്. ഈ സ്ഥലം നമുക്ക് അവിടെ നിന്ന് ദൂരെ നിന്ന് കാണാമായിരുന്നു. പക്ഷെ അവർ പറഞ്ഞാൽ കുറച്ചും കൂടി അങ്ങോട്ട് ചെന്നാൽ നന്നായിട്ട് അടുത്തുനിന്ന് കാണാൻ കുറച്ചും കൂടി ഭംഗിയായിട്ട് തോന്നുന്നു. ശരിയായിരുന്നു, കാണാൻ അടിപൊളിയാണ്. ഈ ഒരു പോയിന്റ് മാത്രം കേട്ടോ. വേറെ സത്യം പറഞ്ഞാൽ ഈ ഫോറസ്റ്റ് റൈഡ് എന്ന് പറഞ്ഞാൽ ഇത് മാത്രമേ ഉള്ളൂ. പിന്നെ വേറെ ഒന്നുമില്ല, ഉള്ളോട്ടൊന്നുമില്ല. ഈ 3 വ്യൂ പോയിന്റ് 1 hour കഴിഞ്ഞോ എന്ന് ചോദിച്ചാൽ ഞങ്ങൾക്ക് അറിയില്ല ശരിക്കും. ഭയങ്കര നഷ്ടമായി തോന്നി കേട്ടോ. പൈൻ മരങ്ങൾ എന്ന് പറഞ്ഞാൽ മക്കളെ ഇതാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ചെറിയൊരു ബോട്ടിങ് പോയിന്റ് ഉണ്ട്. ഇവിടെ അങ്ങനെ വന്ന് ഇങ്ങനെ ഫോട്ടോക്ക് നല്ല 250 റുപ്യ കളഞ്ഞ ഒരു വിത്താണിത്. അല്ല, ഞാനാണോ പറഞ്ഞേ പോണെന്ന്? അല്ല, എന്റെ വിചാരം എന്താ അറിയോ, മൃഗങ്ങളൊക്കെ ഉണ്ടാവുന്നുള്ള, ആനയും സിംഹവും കടവില്ലെങ്കിലും എന്തെങ്കിലും ഒന്ന് കാണാന്ന് വിചാരിച്ചിട്ടാ പോയത്. പക്ഷെ ഒന്നുമില്ല എന്നുള്ളത് നമ്മളറിയോ. ഒരു പൂച്ചേനെ പോലും കണ്ടില്ല. അങ്ങനെ ഞങ്ങള് ഫോറസ്റ്റ് യാത്രയൊക്കെ കഴിഞ്ഞ്
അതെ കൊടും വനത്ത് പോയി നിക്കുക. അയ്യോ ആ കാരണം 250 രൂപയ്ക്ക് എന്ന് പറയാൻ ഒന്നുമില്ല. 1 hour റൈഡ് എന്നൊക്കെ പറഞ്ഞിട്ട് കൊറേ അവിടെ ഇവിടെയും കൊണ്ട് നിർത്താം. കേരളത്തിൽ ഒന്നും കൊടുക്കണ്ട ഈ സ്ഥലങ്ങള് കാണണമെങ്കിൽ. ഞങ്ങളെ എക്സ്പീരിയൻസ് ഭയങ്കര നഷ്ടാ. ഇവിടെ വന്നിട്ട് ഒരിക്കലും ഫോറസ്റ്റ് റൈഡ് പറഞ്ഞിട്ടുള്ളവര് ഇത് ചൂസ് ചെയ്യാൻ പാടില്ല. അതും ജീപ്പിലാണ്. ഭയങ്കര ബോറിംഗുമാണ്. ഒരു നല്ല നഷ്ടാ. അതിന്റെ ഇടയിൽ ഇവിടെ കുറച്ച് പൈൻ മരങ്ങള് ഇതൊക്കെ ഉണ്ട്. ഒന്ന് ഫോട്ടോ എടുക്കുക മുതലാവും. അല്ലാണ്ട് ആ റൈഡിന് വേണ്ടി 250 കൊടുക്കുന്നത് നഷ്ടാണ്. വരുന്നവർ ഇനി ഒരിക്കലും അങ്ങനെ ചെയ്യാതിരിക്കുക. ഞങ്ങൾ ഇതുവരെ പോവാത്തോണ്ട് പോവാന്ന് വിചാരിച്ച് പോയതാ. പക്ഷെ വമ്പൻ പരാജയമായി പോയി. നഷ്ടം. അവിടം വിട്ട് ഞങ്ങൾ പോകുന്ന വഴി കണ്ടതാണ് കേട്ടോ. ഈ ബേഡ്സിന്റെ കണ്ടതുകൊണ്ട് നിർത്തിയതാണ്. ഇതാ പരിപാടി എന്നൊന്നും അറിയില്ല. അറിയാൻ വേണ്ടി നമ്മൾ പോയതാണ് കേട്ടോ. ഹലോ ഗായ്സ്, ഞങ്ങളിതാ 200 രൂപേന്റെ 200 രൂപ 8 ടിക്കറ്റ് എടുത്ത് അടുത്തതിലേക്ക് വന്നിരിക്കുന്നു. ഇനി ഇവിടെ എന്തുണ്ടാവുന്ന കണ്ടറിയാം ഏട്ടാ. അതെ, ഇവിടെ വാങ്ങന്നൊക്കെ പറയുന്നുണ്ട്. ഇതിന്റെ ഉള്ളിൽ കൂടെയൊക്കെയാ പോണ്ടല്ലേ? ഇതിലൂടെയൊക്കെയാ പോകുന്നത്. എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും വിചാരിക്ക. 200 രൂപേന്റെ ഒക്കെ ടിക്കറ്റ് അല്ലേ ചേട്ടാ? അതെ, 200 രൂപേന്റെ ടിക്കറ്റാണ്. ഇതെന്താണ്? ഗുഹയോ? ഗുഹയോ? നോക്കേ. എന്താണ് അവിടെ? കിളികളാ, കിളികൾ ഉണ്ടോ കാണാൻ? നാട്ടിലത്തെ താറാവല്ല, ഇതും താറാവ് തന്നെ. വെറൈറ്റി സാധനം താറാവ്. എന്തായാലും വന്നപ്പോ തന്നെ 4K 60. ഇവിടെ ഒരാള് എന്തോ ഒരു പണിയിലാണ്, എന്തോ ഒരു കൊത്തുപണിയിലാണ്. പൊളിച്ചെടുക്കുന്നുണ്ട്. സ്വന്തം വീടാവുന്നത് പൊളിച്ചെടുക്കുന്നുണ്ട്. പറയുമ്പോ കഴിഞ്ഞ വീടല്ലേ? മൂപ്പരെ വീട് തന്നെയാണ്. മൂപ്പരെ മൂപ്പര് പൊളിക്കുകയാണ്. പൊളിക്കുന്ന തിരക്കില്ല. അത് കൊത്തിയാലുണ്ടല്ലോ. കൊത്തുവോ? പിന്നെ ഇത് 200 രൂപ മുതലാന്ന് തോന്നുന്നുണ്ട് ഗൈസ്. ഇത് 200 രൂപ കുഴപ്പമില്ല. പിന്നെ 200 രൂപ കുഴപ്പമില്ല. അത് നമ്മളെ സൂര്യകാന്തിന്റെ പൂവ് വിരിഞ്ഞ പോലെ ഉണ്ട്. അതെ, ഇതിന്റെ ഉള്ളിൽ ഇങ്ങനത്തെ നല്ലോണം നോക്കിയാലേ കാണുള്ളൂ അല്ലേ? ഇത് പൊളിയാ. പിന്നെ 200 രൂപയ്ക്ക് മുതലാവും തോന്നുന്നു അല്ലേ? 200 രൂപേന്റെ ഉണ്ട്. 200 രൂപേന്റെ കുഴപ്പമില്ല. പല പൂക്കളൊക്കെ ഉണ്ട്. എനിക്ക് കാര്യായിട്ടില്ലേ പൂവിനേക്കാളും എനിക്ക് ഇത് അയ്യോ ഇവിടെ നോക്കാം. മൂപ്പരൊക്കെ എന്തോ ഒരു പണിയിലാണ്. നോക്കൂ സുന്ദരി. ഇതിന് കൂട്ടിൽ ആരില്ലേ? കൂട്ടിലുണ്ടാവും. ചിലപ്പോ കണ്ണിനിട്ട് കൊത്തണ്ട. എന്നാ അങ്ങോട്ട് പോര്. ഈ കൂട്ടിലോ? ഈ കൂട്ടിലുള്ളവരൊന്നും കാണുന്നില്ല ഗൈസ്. ഇവരൊന്നും കാണുന്നില്ല. ഇനി ഓരൊക്കെയാണ് ഇവിടെ ഇരിക്കുന്ന ആർക്കറിയാം. ഇതെന്തായാലും 200 രൂപ കൊടുത്താലും വേണ്ടില്ല കേട്ടോ. എന്തെങ്കിലുമൊക്കെ കണ്ടെന്ന് അറിയാം അല്ലേ? ഇതിന്റെ ഉള്ളിൽ ആരാ ഉള്ളതെന്ന് അറിയില്ല. അതിന്റെ ഉള്ളിൽ ആളാരാന്നറിയില്ല. ഈ കിളിയാ നല്ല അല്ലേ? ഈ മഞ്ഞ്. പക്ഷെ അതിനെ ഇങ്ങനെ കൂട്ടിലടയ്ക്കാത്ത ഇതേപോലെ ഇട്ടതുകൊണ്ട് വരും. കൂട്ടിലടയ്ക്കാതെ ഇങ്ങനെ ഇട്ടതുകൊണ്ട് നടക്കില്ല. മൂപ്പരെന്തോ എന്തോ പണിയിലാ. കൊത്തിട്ടോ? മൂപ്പരെന്തോ കൊത്തുപണിയിലാണ്. അതെ, സംഭവം എന്തായാലും പൊളി സാധനങ്ങൾ. അല്ല, അത് അടിപൊളിയാ. ഈ കിളിയാണ് കാര്യമായിട്ട് ഇതിന് ഹൈലൈറ്റ്. നല്ല വെറൈറ്റി സാധനമാണ്. ഇവരൊക്കെ പണിയിലാണ് കിടക്കുന്നത്. എല്ലാരും പണിയിലാ. അവിടെ നിന്ന് നമുക്ക് കയ്യിലൊക്കെ എടുക്കാട്ടോ. അവിടെ നമുക്ക് എടുക്കാം. കയ്യിലൊക്കെ എടുക്കട്ടോ. വരും വരും.
നല്ല സാധനം. ആ ചേച്ചിന്റെ കയ്യിലുണ്ടാ അതിന് തീറ്റ കൊടുക്കാനുള്ള കടിക്കോ? വേണ്ട, കടിച്ചാലോ? അടിക്കില്ല, നല്ലതെന്ന് തോന്നുന്നു. വേണ്ട, അതെ മറ്റേ പച്ചക്കിളിക്ക് മുമ്പ് കൊടുക്കാൻ തന്നെ. അങ്ങനെ ഏട്ടൻ കൊടുക്കാണ്. കടിക്കണ്ട കേട്ടോ. അടുത്ത് മാത്രം വരുന്നേ. വേണ്ട, എനിക്ക് ആ മഞ്ഞക്കളീന് എടുക്കണം. ഇത് സംഭവം എന്തായാലും 200 രൂപയ്ക്ക് മുതലായില്ലേ? ഭയങ്കര സന്തോഷം. അച്ഛടാ ഇത് ഞാൻ തരില്ല, എനിക്ക് തരില്ല. ഇതിന്റെ മഞ്ഞക്കിളിക്കുള്ളതാ, ഇതിന്റെ മഞ്ഞക്കിളിക്കുള്ളതാ. ആ വട എനിക്ക് മഞ്ഞക്കിളിനെ മതി. കഴിച്ചോളൂ കേട്ടോ, മക്കള് കഴിച്ചോളൂ. ഇതേ മറ്റേ വീടും കൂടി അങ്ങനെ ഏട്ടൻ മറ്റേ ആളെയും കൂടി എടുത്തു. അത് നിന്റെ കയ്യിലേക്ക് വരും അല്ലേ? അങ്ങനെ പേടിയുണ്ടെങ്കിലും ചെറിയെടുത്ത് നഗണ്ടിട്ടില്ല. മേടിക്കണ്ട, ഷോർട്ടാക്കിട്ട് എടുത്തത്. ക്യാമറ അങ്ങനല്ലേ? ഹലോ, ഇങ്ങോട്ട് വരുന്നുണ്ടോ? എത്ര കിലോമീറ്റർ ആവോ? 90 കിലോമീറ്റർ. ആ അതെ. ക്യാമറ കാണിക്കുന്നുണ്ട്, വരുമോന്ന് അറിയില്ല. ഇതൊന്നും എന്നെ പേടിക്കാൻ, പക്ഷെ മറ്റേ ആളൊക്കെ ആ കിളി വരും. ആ കിളി അതാരാ? ഇവിടെ വരും. നിങ്ങൾ ആരെങ്കിലും വരൂ, ബാക്കിയുള്ളത് കൂടി കഴിക്കൂ കേട്ടാ.
സന്തോഷമായി കേട്ടോ. ഇതിഷ്ടായില്ലേ? ഇതിപ്പോ എന്തായാലും ഒരു 200 രൂപയ്ക്ക് എന്തായാലും മുതലായി. അതെ, കഴിഞ്ഞു തോന്നുന്നു. ഇതേ ഉള്ളു തോന്നുന്നു. ഫിനിഷായി എന്ന് കരുതി